ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിന്ന് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ MD MA ഏജൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു രണ്ട് വാക്ക് ടീച്ചർമാരെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ നമ്മളുടെ പഴയ അച്ഛനും അമ്മമാരും മുത്തശ്ശന്മാരൊക്കെ പറയുകയും മാതാ പിതാ ഗുരു ദൈവം, ദൈവത്തിന് 4ാം സ്ഥാനമാണ്. നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾക്ക് ടീച്ചർമാരോടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ പോയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ ഒരാളാണ്. എനിക്കത് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ ടീച്ചർ പോയത്. അതുകൊണ്ട് ഞാൻ ടീച്ചർമാരെ കുറിച്ച് ഇന്നത്തെ തലമുറയിൽ നമ്മൾ എന്ത് വിശ്വസിച്ച് മക്കളെ വിടും, സ്കൂളിലേക്ക് വിടും, ഇല്ലെങ്കിൽ പേരക്കുട്ടികളെ എങ്ങനെ വിടും, എവിടേക്കാണ് നമ്മുടെ മക്കളെ വിശ്വസിച്ച് വിടാൻ പറ്റിയ ഒരു ഇടം ഏതാണ്, മക്കൾ കേടുവരില്ല, അല്ലെങ്കിൽ മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, നല്ല രീതിയിൽ എൻ്റെ മക്കൾ ജീവിക്കും എന്ന് ചിന്തിച്ച് ഒരു വിശ്വാസമായ സ്ഥലം നമ്മൾക്ക് എവിടെയുണ്ട്? എവിടെയുമില്ല. ടീച്ചർമാരിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. നല്ല ടീച്ചർമാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഇത് നല്ല ടീച്ചർമാർക്കും നല്ല മേഷന്മാർക്കും വരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ടീച്ചർമാർ 3 പേരും ചെയ്തിരിക്കുന്നത്. ഈ ടീച്ചർമാർക്ക് അറിയാം ഇത് കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചാൽ നശിച്ചു പോകും എന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയും പഠിച്ച ഒരു ടീച്ചറായിട്ട് ആ ടീച്ചർക്ക് തലയ്ക്ക് വെളിവില്ലെങ്കിൽ, ടീച്ചർമാർക്ക് തലയ്ക്ക് വെളിവില്ലെങ്കിൽ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ കുടിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട് പറയുന്നതിൽ എന്തിനാ വിഷമിക്കാനുള്ളതല്ലേ? വിവരവും വിദ്യാഭ്യാസമുള്ള ടീച്ചേഴ്സ് ഇത് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസവും ഈ ലോകത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ കുടിക്കുക വലിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾക്ക് വിഷമിക്കാനില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരണത്തിൽ കയറിയപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി തുടങ്ങിയതോടുകൂടിയിട്ട് ചെറിയ ചെറിയ മീനിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ അത് ടീച്ചർമാരിൽ വരെ എത്തി. ഇതൊക്കെ വലിയ വലിയ കക്ഷികൾ ഇനിയും ഉണ്ടാവും ഇതിൻ്റെ ബാക്കിൽ. അതായത് നമ്മൾ ചൂണ്ടയിടാൻ പോകുമ്പോൾ നമ്മളൊരു ഞാഞ്ഞൂളിനെ പിടിച്ച് ആദ്യം ഇടുന്നു, കിട്ടിയില്ലെങ്കിൽ വേറെ വല്ല ഇറച്ചി കഷ്ണങ്ങൾ ഇടുന്നു. അങ്ങനെ ഇത് വലിയ വലിയ ചൂണ്ടയിൽ വലിയ വലിയ ആൾക്കാർ വരെ ഒരു ടീച്ചർ ഇത് ചെയ്യുമ്പോൾ ആ ടീച്ചറിൻ്റെ പിന്നിലുള്ള വ്യക്തികൾ ഇതിലും വലിയ കൊമ്പത്തിരിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും. രമേശ് ചെന്നിത്തല സാറിനോട് ഞാനൊരു കാര്യം പറയുന്നു. ടീച്ചർമാരാണ് എന്ന് പറഞ്ഞ് അവരെ ജാമ്യം കൊടുക്കരുത്, അവരെ ജയിലിൽ അടയ്ക്കണം. 1. 2, എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരെ പിടിച്ചാലും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മക്കളെ കേടുവരുത്തുന്ന സാമൂഹ്യ ദ്രോഹികളെ പിടിച്ചാൽ ജയിലിൽ അടയ്ക്കണം. അല്ലാതെ ജാമ്യം കൊടുത്ത് അവരിനെ വിട്ടാക്കരുത്, ഇനിയും അവർ കേടുവരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തി അവരിൻ്റെ ഡാഷ് മുറിക്കണം. ഇതുപോലെ MDMA പിടിക്കുന്നവർക്ക് ജാമ്യം കൊടുക്കാതെ ജയിലിലിട്ടിട്ട് അവരെ പഠിപ്പിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇനി ഇവർ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഇവരെന്ത് പഠിച്ചിരിക്കണേ? ഈ ടീച്ചർമാർ എന്ന് പറയുന്നത് ഇവരെന്താ പഠിച്ചിരിക്കുന്നത്? ഈ സ്കൂളിലെ കുട്ടികളെ കേടുവരുത്താനാണോ പഠിച്ചിരിക്കുന്നത്? ഇതിലും ഭേദം ആ ടീച്ചർമാർക്ക് ഒരു മുള കയ്യിൽ ചിലവാക്കി ചത്തൂടെ ടീച്ചർമാരെ നിങ്ങൾ? പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് വരുന്നത്? അവർക്ക് മുട്ടായികളുടെ രൂപത്തിൽ നിങ്ങൾ ചെയ്തുണ്ടാക്കുന്ന ഈ സാധനം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ചഞ്ചലമാകുന്നില്ലേ? ഒരു കുഞ്ഞ് ഓരോ കുഞ്ഞും നിങ്ങളെ കണ്ടാണ് പഠിച്ച് അവർ ജീവിതത്തിൽ ഉയർച്ച നിലയിലെത്തുന്നത്. ആ പഠിപ്പിക്കേണ്ട നിങ്ങളാണ് അവർക്ക് ഈ ഒരു സാധനം കൊടുത്ത് കേടുവരുത്തുന്നത്. ഇത് ചിലപ്പോൾ വടകരയിൽ മാത്രമായിരിക്കില്ല, ഒരുപാട് സ്കൂളുകളിൽ ഇതേപോലെ ഉണ്ടാവും. ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പൈസ പോരാ, ഞങ്ങൾക്ക് ഇനിയും
കുറച്ചുകൂടി ഇതായി ജീവിക്കണം എന്ന് പറഞ്ഞാണോ ഈ MDMA നിങ്ങൾ വിറ്റ് കാശുണ്ടാക്കുന്നത്? എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? എത്ര നശിപ്പിച്ചിട്ടുണ്ടാകും കുഞ്ഞുങ്ങൾ? നിങ്ങളെയൊക്കെ തലകിടായി കെട്ടിത്തൂക്കി ചാട്ടവാറിനടിക്കണം ചന്തിയിൽ നോക്കിയിട്ട് ടീച്ചർമാരെ. ആ ടോപ്പ് ഉണ്ടല്ലോ, ചുരിദാറിൻ്റെ ടോപ്പ്, അത് ഊരി ചന്തിയിലടിക്കണം നിങ്ങളുടെയൊക്കെ. ചാട്ടവാറും ഉണ്ട്. അത് നാട്ടുകാരായിരിക്കണം തല്ലുന്നത്, പോലീസായിരിക്കരുത്. നാട്ടിലെ സ്ത്രീകളിറങ്ങി നിങ്ങളെ തല്ലണം, ഇതുപോലെയുള്ള ടീച്ചർമാരിനെയൊക്കെ. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ് ഒരു ചോദ്യം. ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ നിങ്ങൾ എന്തിനാ ഈ മുഖത്തിനെ മൂടിയിട്ട് കൊണ്ടുവരുന്നത്? സമൂഹം കാണട്ടെ അവരിനെ, എല്ലാവരും സമൂഹം കാണണം. കാരണം ദൈവത്തിൻ്റെ തുല്യമായി കാണേണ്ട ആൾക്കാരാണ് ഇത് കുഞ്ഞുങ്ങളെ കേടുവരുത്തുന്നത്. അപ്പോൾ അവരിൻ്റെ മുഖം സമൂഹത്തിലുള്ളവർ കാണണ്ടേ? ഏതാ ടീച്ചർമാർ, അല്ലെങ്കിൽ ഏതാ ഉദ്യോഗസ്ഥർ, ഏതാ ആൾക്കാർ എന്ന്. എന്തിനാ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് മാസ്ക് വെച്ചിട്ട് മറച്ചു കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇതുപോലെ എത്ര ടീച്ചർമാരുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ച കാലത്തെ എൻ്റെ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ ദൈവത്തിൻ്റെ തുല്യമായിട്ടാണ് കണ്ടിരിക്കുന്നതും ഇപ്പോഴും ഞാൻ അവരെ കാണുന്നതും അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ടീച്ചർമാർ അത്രയ്ക്ക് ഗുഡായതുകൊണ്ടാണ്. ഇപ്പോഴുള്ള തലമുറയിലെ ടീച്ചർമാർ എന്ന് പറയുന്നത് സ്വാർത്ഥതയ്ക്ക്, പണത്തിനും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ വേണ്ടിയും കുഞ്ഞുങ്ങളെ കേടുവരുത്തി ജോലി ചെയ്യുന്നു. തക്കതായ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കിട്ടണം. ഇത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഇതിനുള്ള നടപടിയെടുത്ത് ടീച്ചർമാർക്ക് ശിക്ഷിക്കണം. പുറത്തിറക്കരുത് ജാമ്യത്തിൽ. ഓക്കെ, ബൈ.